എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിലെ ചാപ്റ്റർ 18 ആണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസം പുരാതന കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിലും നിലനിന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു എൻ്റയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പുരാതന കാലഘട്ട വിദ്യാഭ്യാസം. പുരാതന ഇന്ത്യയിൽ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടായിരുന്നത് ഗുരുക്കളായിരുന്നു. ഒരു ഗുരുവിന് ചുറ്റും ഇരുന്ന് വിദ്യ അഭ്യസിച്ചിട്ടുള്ള ശിഷ്യന്മാരും ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു വീട്ടിലുണ്ടായിരുന്നല്ലോ, അവരുടെ കൂടെ തന്നെയാണ് ഇവർ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഗുരുകുലം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടും അമ്പെയ്ത്തിലും പിന്നെ പല വേദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ പഠിക്കുന്നുണ്ട്. മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളിൽ നമുക്കറിയാം ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നു. രാമൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിലും പിന്നെ മഹാഭാരതത്തിലുള്ള ആ ഒരു പഞ്ചപാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടവും നമുക്കറിയാവുന്നതാണ്. അപ്പം അവർ ഗുരുകുലത്തിൽ പോയിട്ടാണ് വിദ്യ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു പിൽക്കാലത്ത് വ്യാകരണം, തർക്കശാസ്ത്രം, ആധ്യാത്മിക വിദ്യ തുടങ്ങിയവ അഭ്യസിക്കാൻ ഈ ഗുരുകുലങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാലത്ത് സ്വയം പഠനം പരമാജ്ഞാനം നേടുന്നതിനുള്ള ശരിയായ രീതിയായിട്ട് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വരുന്നത് മൗര്യ കാലഘട്ടത്തിലേക്കാണ്. മൗര്യ കാലഘട്ടത്തെ വിദ്യാഭ്യാസ രീതി എന്ന് നോക്കുന്നതാണെങ്കിൽ നഗരവൽക്കരണത്തിൻ്റെ വാണിജ്യവൽക്കരണത്തിൻ്റെയും ഫലമായിട്ട് സാങ്കേതിക ജ്ഞാനവും സാങ്കേതിക പരിശീലനവും നൽകുവാനും കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിൽ. ഇതൊക്കെ ഈ ഒരു വേദകാലഘട്ടവും മൗര്യ കാലഘട്ടവും ഒക്കെ പുരാതന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികളെയാണ് പരാമർശിക്കുന്നത്. അപ്പം ഈ ഒരു മൗര്യ കാലഘട്ടത്തിൽ സാങ്കേതിക പരിശീലനം നൽകുന്നതിലൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഖനനം, ലോഹക്കൂട്ട് നിർമ്മാണം, ആശാരിപ്പണി, നെയ്ത്തുപണി തുടങ്ങിയവയിൽ കൂടുതൽ ജ്ഞാനം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ചരകനും ശസ്ത്രക്രിയയിൽ സുശ്രുതനും പ്രശസ്തരായി. ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനവും അതിൻ്റെ ഉപയോഗവും പീക്ക് ലെവലിലായിരുന്നു മൗര്യ കാലഘട്ടത്തിൽ. പിന്നീട് വരുന്നൊരു കാലഘട്ടമാണ് ഗുപ്ത കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ജൈന ബുദ്ധ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 10 വർഷക്കാലത്തേക്കാണ് ബുദ്ധ ആശ്രമങ്ങൾ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രവേശിപ്പിച്ചിരുന്നത്. കൂടുതലായിട്ടും ഈ ഒരു ആശ്രമങ്ങൾ രാജാക്കന്മാരിൽ നിന്നും സമ്പന്നരായ വ്യാപാരികളിൽ നിന്നും ധനസഹായം നേടിയെടുത്തിട്ടാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഈ ഒരു ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് നളന്ദ സർവകലാശാല. ഈ കാലത്ത് പ്രധാന പങ്ക് വഹിച്ച ഒരു സർവകലാശാലയാണ്, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഫേമാണിത്, ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് വരുന്നത്, നളന്ദ എന്ന് പറയുന്നത്. വേദാന്തം, ദർശനം, പുരാണം, വ്യാകരണം എന്നിവയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാഠ്യവിഷയങ്ങൾ. ഇനി ഗുപ്ത കാലഘട്ടം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ഗുപ്താനന്തര കാലഘട്ടം ആണ്. അപ്പം ഹർഷവർദ്ധൻ്റെ കീഴിലായിരുന്നു ഈ ഒരു ഗുപ്താനന്തര കാലഘട്ടം ഉണ്ടായിരുന്നത്. ഈ ഒരു ഹർഷൻ്റെ കീഴിൽ വിദ്യാഭ്യാസത്തിന് വലിയ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിലാണ് തക്ഷശില, ഉജ്ജയിൻ, നളന്ദ തുടങ്ങിയ സർവകലാശാലകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ഗുപ്താനന്തര കാലഘട്ടത്തിൽ നിന്ന് സാധാരണക്കാർക്കും മറ്റും കിട്ടിപ്പോന്നു. ഇനി ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും വെച്ച് നടന്നതാണ് പ്രാഥമിക വിദ്യാഭ്യാസം. ഈ ഒരു ആശ്രമങ്ങളിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും പ്രാഥമിക വിദ്യാഭ്യാസം അഭ്യസിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ നളന്ദ, ഉജ്ജയിൻ, തക്ഷശില പോലുള്ള ഉയർന്ന വിദ്യാഭ്യാസ സർവകലാശാലകളിൽ നിന്നിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം, കോളേജ് പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് പുരാതന കാലഘട്ടത്തെ വിദ്യാഭ്യാസം. ഇനി പുരാതന ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളുടെ സ്ഥാനം എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഒരു ഇന്ത്യൻ സ്ത്രീകൾ വേദകാലഘട്ടത്തിലും ഇതിഹാസ കാലത്തും കൂടുതലായിട്ട് നല്ലൊരു ഉന്നതമായിട്ടുള്ള പദവി തന്നെയായിരുന്നു വഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വേദകാലത്തിന് ശേഷം ആര്യന്മാരുടെ വാഴ്ച ആരംഭിക്കുകയുണ്ടായിരുന്നു. അപ്പം ഇക്കാലത്ത് പതുക്കെ അവരുടെ ആ ഒരു പദവി, ഉന്നതമായ പദവി കുറഞ്ഞു വരികയുണ്ടായി.
അപ്പം സ്ത്രീകൾ പുരുഷന്മാരുടെ തുല്യ സ്ഥാനത്ത് നിന്ന് മാറി അവരുടെ അണ്ടറിലേക്ക് വരാൻ തുടങ്ങി. എല്ലാ മേധാവിത്വം ആർക്ക് കിട്ടി? പുരുഷന്മാർക്ക് കിട്ടുകയുണ്ടായി ഈ ഒരു ആര്യന്മാരുടെ ഭരണകാലത്ത്. പിന്നീട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ ആർക്ക്? സ്ത്രീകൾക്ക് അനുവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർ കൂടുതലും വീട്ടിൽ തന്നെ നിന്നിട്ട് വീട്ടു ജോലികൾ ചെയ്തിട്ട് എന്താണോ ഹസ്ബൻഡിനും അവരുടെ കുട്ടികൾക്കും വേണ്ടത് അതൊക്കെ ചെയ്ത് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടാൻ പിന്നീടുള്ള സ്ത്രീവർഗങ്ങൾ പിന്നീടുള്ള സ്ത്രീവർഗങ്ങൾ എന്തായാലും ആ ഒരു മാറ്റത്തിലേക്ക് വന്നു പോന്നു. ഇനി ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ വിദ്യാഭ്യാസ മേഖല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ കീഴിലെ വിദ്യാഭ്യാസം ഇസ്ലാമിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയിരുന്ന വിദ്യാലയങ്ങൾ മക്തബ് എന്ന പേരിലും ഉന്നത വിദ്യാഭ്യാസം നൽകിയിരുന്ന സ്ഥാപനങ്ങൾ മദ്രസ എന്ന പേരിലുമാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പൊതുജനങ്ങൾ കൊടുക്കുന്ന സംഭാവനകളായിരുന്നു മക്തബുകളുടെ വരുമാന മാർഗമായിട്ട് വന്നത്. ഇനിയിപ്പോൾ മദ്രസകളുടെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ഭരണാധികാരികളും പ്രഭുക്കന്മാരുമായിരുന്നു മദ്രസകൾ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ചെലവ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് 6 വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് ഭരണാധികാരികളും പ്രഭുക്കന്മാരും സ്ഥാപിച്ച് നടത്തിയിരുന്നവയാണ്. രണ്ടാമതായി വരുന്നത് രാജാവിൻ്റെ സഹായത്താലോ സഹകരണത്താലോ വ്യക്തിഗത പണ്ഡിതന്മാർ സ്ഥാപിച്ച് വന്നിട്ടുള്ളത്. ഇനി മൂന്നാമതായി വരുന്നത് പള്ളികളോടനുബന്ധിച്ചുള്ളവ. പിന്നെ നാലാമതായിട്ട് വരുന്നത് ശവകുടീരങ്ങളോടനുബന്ധിച്ചുള്ളവ. അഞ്ചാമതായി വരുന്നത് വ്യക്തിഗത പണ്ഡിതന്മാർ ആരംഭിച്ച് നോക്കി നടത്തുന്നവ. ആറാമത് സൂഫി പർണശാലകളോടനുബന്ധിച്ചുള്ളവ. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന 6 സ്ഥാപനങ്ങൾ. പിന്നെ ഈ ഒരു മുസ്ലിം വിദ്യാഭ്യാസ രീതിയുടെ ഒരു പ്രത്യേകത അത് മതകീയവും പാരമ്പര്യാധിഷ്ഠിതവുമായിരുന്നു. പിന്നെ പാഠ്യപദ്ധതി യുക്തിശാസ്ത്രപരമെന്നും പാരമ്പര്യപരമെന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. പാരമ്പര്യ നിയമം, ചരിത്രം, സാഹിത്യം എന്നിവ പാരമ്പര്യശാസ്ത്രത്തിലും തർക്കശാസ്ത്രം, തത്വശാസ്ത്രം, വൈദ്യം, ഗണിതം, ഗോളശാസ്ത്രം എന്നിവ യുക്തിശാസ്ത്രത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. പിൽക്കാലത്ത് യുക്തിശാസ്ത്രത്തിന് പാരമ്പര്യശാസ്ത്രത്തേക്കാൾ കൂടുതൽ ഊന്നൽ നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇൽത്തുമിഷിൻ്റെ കാലം മുതൽ സിക്കന്ദർ ലോധിയുടെ കാലം വരെ പാരമ്പര്യ വിഷയങ്ങളായിരുന്നു വിദ്യാഭ്യാസത്തിൽ കൂടുതലായിട്ടും മേൽക്കോയ്മ നേടിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. സിക്കന്ദർ ലോധി മുൾത്താനിലെ ഷെയ്ഖ് അബ്ദുള്ള, ഷെയ്ഖ് അസീസുള്ള സഹോദരന്മാരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതോടെ ഈ ഒരു പശ്ചാത്തലത്തിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരുന്നു. അവർ പാഠ്യപദ്ധതിയിൽ തർക്കശാസ്ത്രവും ഉൾപ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഒരു ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയായിട്ട് പറയപ്പെടുന്നത്. ഈ പുരാതന ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിദ്യാഭ്യാസ മാധ്യമങ്ങളായിട്ട് വരുന്ന സംസ്കൃതം കൂടുതലായിട്ടും ബ്രാഹ്മണന്മാരായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കിടയിലാണ് സംസ്കൃതം വ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ബുദ്ധമതം പ്രചരിപ്പിച്ചത് പ്രാകൃത ഭാഷയായിരുന്നു. പിന്നെ ഗുജറാത്തിൻ്റെ അല്ലെങ്കിൽ രാജസ്ഥാൻ്റെ ആ ഒരു ഭാഗത്ത് ജൈനമത എഴുത്തുകാർ അപഭ്രംശം എന്ന ഒരു ഭാഷ ഉപയോഗിച്ച് തുടങ്ങി. അപ്പം ഇത് ഒരു പുരാതന ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ മാധ്യമമായി കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കേരളം, തമിഴ്നാട്, പിന്നെ കർണാടക തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റിൽ അവിടെയൊക്കെ മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ് തുടങ്ങിയിട്ടുള്ള ദ്രാവിഡ ഭാഷകൾ ഉപയോഗിച്ചിരുന്നു. ഇതാണ് പുരാതന ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമങ്ങളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 18, 19, 20 നൂറ്റാണ്ടുകളിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് 18-ാം നൂറ്റാണ്ടിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ ആരംഭമായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന തക്ഷശില, നളന്ദ, വിക്രംശില, വല്ലഭി ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, സർവകലാശാലകളായിരുന്നു. ഇതൊക്കെ ഈ ഒരു ആരംഭഘട്ടത്തിൽ അപ്രത്യക്ഷമായി, അവയൊക്കെ ക്ഷയിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ ഇംഗ്ലീഷുകാർ പ്രാഥമിക വിദ്യാലയങ്ങളും ഉന്നത വിദ്യാപീഠങ്ങളും
സ്ഥാപിക്കുകയുണ്ടായി. ഇവ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയായിരുന്നു. മുൻപത്തേത് സാഹിത്യപരവും തത്വചിന്താപരവും മതപരവുമായിരുന്നു. അതാ മുൻപേ നമ്മുടെ തക്ഷശില ആ ഒരു ടൈമിലൊക്കെ വരുന്നത്. പക്ഷേ ഇംഗ്ലീഷുകാരുടെ ടൈമിൽ വരുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ടും പ്രാക്ടിക്കൽ നോളജും കൂടെ വേണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം 1718 വില്യം ജോൺസ് കൽക്കത്ത മദ്രസ സ്റ്റാർട്ട് ചെയ്തും കൊണ്ട് പൗരസ്ത്യ പഠനത്തിന് ആരംഭം കുറിച്ചു. പിന്നെ 1792 ബ്രിട്ടീഷ് റെസിഡൻറ്റ് ജോനാഥൻ ജംഗൽ ഹിന്ദു സഹായം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സംസ്കൃത കോളേജും സ്ഥാപിച്ചു. ഇതൊക്കെ ഈ ഒരു 18ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ആധുനിക കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ മാറ്റങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മൂന്നാമതായി പറയുന്നതാണെങ്കിൽ ക്രിസ്തുമത മിഷനറിമാർ താഴെത്തട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പാശ്ചാത്യ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോറിൻ രീതിയിൽ വിദ്യാലയങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ഇതാണ് 18ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ളത്. ഇനിയിപ്പം 19ാം നൂറ്റാണ്ടിൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വിദ്യാഭ്യാസ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണെന്ന് നമുക്ക് പറയാം. 1813 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ചാർട്ടർ ആക്ട് പ്രകാരം അവരുടെ പ്രദേശങ്ങൾ, അവർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചും കൂടെ ഉന്നമനം നേടാൻ വേണ്ടി 1,00,000 രൂപയുടെ പ്രോത്സാഹനം എന്ന രീതിയിൽ 1,00,000 രൂപ നൽകാമെന്ന ഒരു ഇതിൽ എത്തിപ്പെട്ടു, ഒരു തുക അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഇന്ത്യയിൽ തന്നെ ആംഗലേയ ഭാഷയ്ക്കും, അതായത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണമെന്ന് വാദിക്കുന്നവരും അല്ല നമ്മുടെ ഇന്ത്യൻ ഭാഷ പഠിക്കണമെന്ന് വാദിക്കുന്നവരും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഇതിനെ ചൊല്ലി. അപ്പം 1835 ബെനഡിക്റ്റ് പ്രമേയവും മെക്കോളയുടെ രേഖയും വന്നതോടുകൂടെ ഈ ഒരു തർക്കം പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടെ ഇവർ പറയുന്നുണ്ട്, യൂറോപ്യൻ ശാസ്ത്രവും സാഹിത്യം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഈ ഒരു 1,00,000 രൂപ തുക അനുവദിക്കുന്നുണ്ടെന്ന്. ഓക്കെ, പിന്നെ ഈ ഒരു വില്യം ബെനഡിക്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷിലായി നിശ്ചയിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളോ മാധ്യമമാക്കിക്കൊണ്ട് യൂറോപ്യൻ സാഹിത്യം, തത്വശാസ്ത്രം, കല എന്നിവയുടെ വ്യാപനമായിരിക്കണം വിദ്യാഭ്യാസ പരിപാടിയുടെ ലക്ഷ്യമെന്ന് 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന ആൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ ബോംബെ, മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ തുടങ്ങണമെന്നും നിർദ്ദേശിച്ചു. ഇതൊക്കെ ഈ ഒരു 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളാണ് കേട്ടോ വിദ്യാഭ്യാസ മേഖലയിൽ. പിന്നെ 1857 മദ്രാസ്, കൽക്കത്ത, ബോംബെ സർവകലാശാലകൾ ആരംഭിച്ചു. ഇതിനോടനുബന്ധിച്ച് തന്നെ 1882 പഞ്ചാബ് സർവകലാശാലയും 1887 അലഹബാദ് സർവകലാശാലയും സ്ഥാപിതമായി. ഇതൊക്കെയാണ് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന മാറ്റങ്ങൾ. ഇനി 20ാം നൂറ്റാണ്ടിൽ നോക്കാം എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്. അതായത് 1901 കഴ്സൺ പ്രഭു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ ഏറ്റെടുക്കാനും കോളേജുകൾ പരിശോധിക്കാനും അധ്യാപനം മെച്ചപ്പെടുത്താനും പ്രസ്തുത നിയമം സർവകലാശാലകൾക്ക് സാഹചര്യം ഒരുക്കുകയും ഉണ്ടായി. കോളനി ഭരണത്തിൽ പൊതുവിദ്യാഭ്യാസം അവഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഭരണാധികാരികളെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന മധ്യവർത്തികളായി പ്രവർത്തിക്കുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു കൂട്ടം വർഗ്ഗങ്ങൾ തന്നെ നമുക്ക് സൃഷ്ടിക്കാനായിട്ടുണ്ട്. സർവകലാശാലകളിലും ഹൈസ്കൂളുകളിലും പരീക്ഷാ സമ്പ്രദായത്തിന് ആ ഒരു കാലഘട്ടത്തിൽ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോട് തന്നെ കൂടുതൽ ഊന്നൽ നൽകുകയുണ്ടായി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം അത് സന്തുലിതമായിട്ട് ഒരു ബാലൻസിങ് സ്റ്റേജിൽ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഗ്രാമപ്രദേശങ്ങളെക്കാൾ നഗരങ്ങളിൽ വസിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു സാക്ഷരതയും വിദ്യാഭ്യാസവും കൂടുതൽ കിട്ടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗ്രാമീണ മേഖലയിലേക്ക് അത്രത്തോളം രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്ക് വഹിച്ചിട്ടുള്ള പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉണ്ടല്ലോ, അവരെല്ലാം കൂടുതലും വിദ്യാസമ്പന്നരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകന്മാരെ അല്ലെങ്കിൽ നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പം ഇതൊക്കെയാണ് അക്കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങളായിട്ട് പറയപ്പെടുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടു കൂടെ തന്നെ ജനങ്ങൾക്കിടയിൽ ഈ ഒരു വിദ്യാഭ്യാസ രീതിയിലൂടെ നല്ലൊരു ലോകം സൃഷ്ടിക്കാൻ തന്നെ കഴിയുകയുണ്ടായി. നെക്സ്റ്റ്, വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ കാലത്തുണ്ടായ വളർച്ച എന്തൊക്കെയാണെന്ന് നോക്കാം. സയൻസ് ലാബിൻ്റെയും ലൈബ്രറിയുടെയും ഒക്കെ നിർമ്മാണം, അധ്യാപകർക്കുള്ള പരിശീലനം അല്ലേ, പല അധ്യാപകർക്കും ഇപ്പം ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് IT വിഷയങ്ങളിലും കുറച്ച് ഒരു നോളജ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേറെ ക്ലാസ്സസ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ. സ്കൂൾ മേധാവികൾക്കുള്ള നേതൃത്വ പരിശീലനം അല്ലേ, ഒരു പ്രിൻസിപ്പൽസിനും ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിട്ട് എങ്ങനെയൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകണം എന്നുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പാഠ്യപദ്ധതി പരിഷ്കരണം, അതായത് സിലബസ് ഓരോ കുറച്ച് വർഷങ്ങൾ കഴിയുന്തോറും സിലബസ് പരിഷ്കരിക്കുന്നുണ്ട്. ശാസ്ത്ര ഗണിത വിദ്യാഭ്യാസം, സയൻസ് മാത്സ് വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ പല പാഠ്യ പ്രക്രിയകളും നടക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള വിദ്യാഭ്യാസം. ഇപ്പം ഇൻ്റർനെറ്റ് യുഗമാണല്ലോ, കൂടുതലും കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസ രീതിയിൽ കുറച്ചും കൂടെ ഉന്നമനത്തിലെത്തുന്നത്. ഇപ്പോൾ 5G യുഗമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയുള്ള കാലത്ത് ചിലപ്പം ഈ ഒരു ബുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ടാബ്ലറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും വരും തലമുറകളായിട്ട് മാറുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർ കൂടുതലായിട്ടും സ്കൂളുകളിലും കോളേജുകളിലും ഇംഗ്ലീഷ് ഭാഷാ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണതലത്തിൽ അവർക്ക് ക്ലാർക്കുമാരെ വേണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ക്രിസ്ത്യൻ മിഷനറിമാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു വിദ്യാലയത്തിൻ്റെ എക്സാമ്പിളാണ് ഡൽഹിയിലെ പ്രസൻറ്റേഷൻ കോൺവെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷുകാർ മുഖ്യമായിട്ടും ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഇന്ത്യക്കാർക്ക് പല വിധത്തിൽ പ്രയോജനകരമായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ജനങ്ങൾക്ക് വ്യത്യസ്ത ഭാഷകളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടു കൂടെ അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പൊതുഭാഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതുഭാഷ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ പവർ കൂടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലഭിച്ച ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ നിന്നുമാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഒരു റിഫ്ലക്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ RMSA. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി തലത്തിൽ വിദ്യാലയ പ്രവേശനം സാർവത്രികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാം പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. കൂടുതൽ ഗുണനിലവാരത്തിൽ സെക്കൻഡറി വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന്. എല്ലാ വിദ്യാർത്ഥികളും സെക്കൻഡറി വിദ്യാഭ്യാസം പ്രാപ്യമാക്കണം, പണച്ചെലവില്ലാതെ തന്നെ എല്ലാവർക്കും അത് കിട്ടണം എന്നാണ് ഈ ഒരു പദ്ധതിയിലൂടെ മുഖ്യ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു പദ്ധതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015ഓടെ 15-16 വയസ്സിനുള്ളിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സെക്കൻഡറി തല വിദ്യാഭ്യാസം 5 കിലോമീറ്ററിനുള്ളിലും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം 7 കിലോമീറ്ററിനുള്ളിലും സ്കൂളുകൾ നൽകിക്കൊണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി 2010ഓടെ സാർവത്രിക രീതിയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണമെന്ന് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു RMSAയുടെ തന്ത്രങ്ങൾ ഒന്ന് വരുന്നത് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നൽകുന്നതിന് RMSA കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി. പുതിയ ക്ലാസ് റൂമുകൾ, പരീക്ഷണശാലകൾ, കമ്പ്യൂട്ടർ മുറികൾ, ഹെഡ് മാസ്റ്ററുടെ റൂം, ലൈബ്രറി റൂം എന്നൊക്കെ ഇതിലൂടെ നിർമ്മിച്ചു കൊടുത്തു.
പിന്നാണെങ്കിൽ വിവിധ സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ വ്യത്യാസം ഇല്ലാതാക്കുന്നതിന്, പിന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും മറ്റും പ്രത്യേകം സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതാണ് രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ. നെക്സ്റ്റ് വരുന്നത് വയോജന വിദ്യാഭ്യാസമാണ്. മുതിർന്നവരുടെ നിരക്ഷരത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. 6ാം പദ്ധതിയുടെ മിനിമം സീഡ് പദ്ധതിയിൽ 15നും 85 വയസ്സുള്ള മുതിർന്നവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നാഷണൽ ലിറ്ററസി മിഷൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 80% നിരക്ഷരർക്ക് സാക്ഷരത പകർന്നു നൽകുകയാണെന്നതാണ്. പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1951 18.3%, 2011 74% ഇത് വർദ്ധിക്കുകയുണ്ടായി. പുരുഷ സാക്ഷരതാ നിരക്ക് 82.14%, സ്ത്രീ സാക്ഷരതാ നിരക്ക് 65.46% കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് വയോജന വിദ്യാഭ്യാസം. അതായത് നമ്മുടെ മുതിർന്ന സിറ്റിസൺസിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം കൊടുക്കാമെന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ താങ്ക് യു.